ഹലോ, എന്തെല്ലാം വിശേഷം? ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് എൻ്റെ ലൈഫിലൊരു ഡ്രീം അച്ചീവ് ചെയ്ത മൊമെൻറ്റിനെ കുറിച്ചാണ് കേട്ടോ. ഇത് കാണുമ്പോൾ മനസ്സിലായി ഉണ്ടാവും. അതെ, അങ്ങനെ കുറേ കാലമായിട്ടുള്ള എൻ്റെ ഐഫോൺ എന്ന സ്വപ്നത്തിന് വിരാമം കുറിച്ചിരിക്കുകയാണ്. അപ്പോൾ ചിലരെങ്കിലും വിചാരിക്കും, ആന്ത് വർത്താനാ, ലോകത്ത് എനിക്ക് മാത്രമേ ഐഫോണുള്ളൂ? അങ്ങനെ ഒന്നല്ല കേട്ടോ. ഈ ഫ്ലിപ്കാർട്ടിനും ആമസോണിനൊക്കെ സംസാരിക്കാൻ പറ്റിയെന്നെങ്കിൽ പണ്ടേ ഒരു നെഗറ്റോട്ട് അടിച്ചിട്ടുണ്ടാവും. കാര്യം ഓരോ ഞാൻ കുറ്റം പറയുന്നില്ല. ഈ ആഴ്ചയിൽ ഓരോ ദിവസം പോയി കണ്ട് ഐഫോണിന് വില കുറഞ്ഞുണ്ടോ, ഐഫോണിന് എന്തെങ്കിലും ഓഫർ ഉണ്ടോ എന്ന് നോക്കിയാൽ ആർക്കായാലും വട്ടുപിടിക്കും. അങ്ങനെ ഒരു ദിവസം ഞാൻ എങ്ങനെ ഉറങ്ങാൻ ശ്രമിച്ചിട്ടും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ APJ അബ്ദുൽ കലാം സാർ പറഞ്ഞ കാര്യം ആലോചിച്ചത്. ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, ഉറങ്ങാൻ അനുവദിക്കാത്തതാണെന്ന്. അങ്ങനെ ഈ കാര്യം ഹസ്ബൻഡിൻ്റെ അടുത്ത് അവതരിപ്പിച്ചു. ആളാണെങ്കിലോ സമാധാനപ്രിയനാണ്, സ്വൈര്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അങ്ങനെ എന്താക്കി MyG ഫ്യൂച്ചറിലേക്ക് പോയി ഞങ്ങൾ. അങ്ങനെ MyG ഫ്യൂച്ചറിൽ നിന്ന് ഐഫോണൊക്കെ എടുത്തതിന് ശേഷം അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ 2 സെൽഫി എടുത്ത് പിന്നെ ഐഫോണിന് പൗച്ചും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ SM സ്ട്രീറ്റിലേക്ക് പോയി. അങ്ങനെ SM സ്ട്രീറ്റിൽ കൂടി നടക്കുന്ന ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തതായിരുന്നു. ആ സൈഡിൽ കൂടി പോണ ചേട്ടന് ചെറുതായിട്ടൊന്ന് തട്ടി സോറിയൊക്കെ പറഞ്ഞ് ഡീൽ ചെയ്ത് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഈ വീട്ടിലേക്ക് വരുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അങ്ങനെ പിറ്റേ ദിവസം ഓഫീസിലെത്തി ഇതിൻ്റെ കൂടെ വർക്ക് ചെയ്യണ ബെഞ്ചിതാണ് കേട്ടോ. ഓൾ എക്സ്പ്രഷനാണ് ഈ കാണുന്നത്. ഞാൻ പറഞ്ഞു ഡീപ്പിച്ചതല്ല കേട്ടോ. കാരണം ഒരു ദിവസം പോലും ഐഫോണിൻ്റെ സംസാരം ഇല്ലാത്ത ദിവസം ഞങ്ങൾക്ക് ഉണ്ടാവാറില്ല. ഇതിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സ്റ്റെനിയാണ് കേട്ടോ. ഞാൻ ഐഫോൺ വാങ്ങിയത് കാണിക്കാൻ വേണ്ടി വിളിച്ചതാണ് കേട്ടോ. ഞങ്ങൾ ഒരുമിച്ച് ബാംഗ്ലൂരായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഒരു ദാസൻ വിജയൻ റിലേഷൻഷിപ്പാണ്. അതായത് അപ്പോഴേ ഞങ്ങൾ പറയുന്നു, നമ്മളൊരു ഐഫോൺ വാങ്ങുന്നു, യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു, റീൽസ് അപ്ലോഡ് ചെയ്യുന്നു, ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നു, അങ്ങനെ എത്ര സ്വപ്നങ്ങൾ. അങ്ങനെ ഒരു ദിവസം ഫുള്ള് ചിലവാക്കിയെടുത്തൊരു 10 സെക്കൻഡിൻ്റെ ഡാൻസ് വീഡിയോ ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ. എന്തൊക്കെ പറഞ്ഞാലും ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീമായിരുന്നു. ഞാനുമായിട്ട് അത്രയും ക്ലോസ് ആയിട്ടുള്ള ആളുകൾക്കറിയാം. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും അവരും ഹാപ്പിയാണ്. ആരോ പറഞ്ഞു കേട്ടതുപോലെ നമ്മളെല്ലാം സ്വപ്നങ്ങളെ നമ്മളോട് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റാരാണുള്ളത്? അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇതുപോലെ അച്ചീവ് ചെയ്തിട്ടുള്ള ഡ്രീംസും കാര്യങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.